You're listening to Star Jam on Club FM 94.3. He is cute. He is hot. He is sweet. He is handsome. Yes, I have with me the heartthrob of Kerala, the one and only rock star, Siddharth Menon. വൺ ഇൻട്രൊഡക്ഷൻ ആയി പോയല്ലോ. എനിക്ക് സത്യങ്ങൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാക്കിയതല്ലോ. ചെറുപ്പം തൊട്ട് അമ്മ പറയും മോളെ എനിക്ക് ഭയങ്കര സത്യസന്ധയാണെന്നൊക്കെ. താങ്ക് യു ഫോർ സച്ച് എ ഗ്രേറ്റ് ഇൻട്രൊഡക്ഷൻ. താങ്ക് യു വെരി മച്ച്. വേണമെങ്കിൽ തിരിച്ചു പറയാം റീനു, യു ആർ ഓൾസോ ബ്യൂട്ടിഫുൾ, യു ആർ ഓൾസോ പ്രിറ്റി, അങ്ങനെ എന്തെങ്കിലും. അത് ഓൾറെഡി പറഞ്ഞല്ലോ പറയുന്നത് തന്നെ. ഞാൻ പറഞ്ഞത് മതി. ഓക്കെ, താങ്കൾ ഒരു റോക്ക് സ്റ്റാർ ആണോ? റോക്ക് സ്റ്റാറിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഫോർ മീ ഇറ്റ്സ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ. So what is the attitude? I think I have the rock star attitude. Oh really? ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ? പിന്നെന്തൊക്കെയാണ്? എന്റെ ദൈവമേ വേണ്ട. സാധാരണക്കാരൻ പയ്യനിൽ നിന്ന് ഒരു റോക്ക് സ്റ്റാർ ആയി മാറിയ വ്യക്തിയാണ് സിദ്ധാർത്ഥ് മേനൻ. സോ ടെൽ മീ, ഏത് മൊമെന്റിലാണ് റിയലൈസ് ചെയ്തത് ഞാൻ ആ സാധാരണക്കാരനിൽ നിന്നും ഒരു റോക്ക് സ്റ്റാർ ആയി മാറിയെന്ന്? അതെനിക്ക് ഇപ്പോഴും അങ്ങനെ റിയലൈസേഷൻ ഒന്നുമില്ല. കാരണം ഞാൻ ഇപ്പോഴും അത് തന്നെയാണ്, പണ്ടത്തെ സിദ്ധാർത്ഥ് മേനൻ തന്നെയാണ് ഇപ്പോഴും. എല്ലാവരും പറയും വാവ് നീ ഇത്ര ഇപ്പൊ സംഭവമില്ലേ, മൊത്തം കേരള നിനക്ക് എവരി വൺ നോസ് യു. പക്ഷെ എനിക്ക് അത് എൻജോയ് ചെയ്യാൻ എനിക്കറിയില്ല. ഐ നെവർ ഗെറ്റ് ദാറ്റ് ഫീലിംഗ് ദാറ്റ് ഓക്കെ ഐ എം ഫേമസ്, ഐ മീൻ എവരി വൺ നോസ് മീ, വാവ് എത്ര നല്ല കാര്യമാണ്. മൊത്തം ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫുൾ ഹോർഡിങ്സും മൊത്തം. ഐ ആസ്ക് മൈ ഫ്രണ്ട്സ്, മൈ ബാൻഡ് മേറ്റ്സ് ദാറ്റ് ഹൗ യു ഫീൽ. ഐ മീൻ ഭയങ്കര സൂപ്പർ, ഐ ഫീൽ ഗ്രേറ്റ് ആൻഡ് ഓൾ. ബട്ട് എനിക്ക് അത് സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ അറിയില്ല. അപ്പൊ പിന്നെ നമ്മളെ സിനിമയെ കാണുന്ന റോക്ക് സ്റ്റാർ പോലെ അല്ല. ഒട്ടുമല്ല. റിയൽ ലൈഫിലെ റോക്ക് സ്റ്റാർ റിയൽ ലൈഫിലെ റോക്ക് സ്റ്റാർ ആയതാണ് നമ്മുടെ സിനിമയിൽ. സോ എങ്ങനെയാണ് ആ നായകനായത്? ആ കഥ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ആ റോക്ക് സ്റ്റാറിലേക്ക് എത്തിയത്? ആക്ച്വലി VKB സാറാണ് എന്നെ വിളിച്ചത് to be the rock star of the film. It's a musical romantic comedy. My name is Anant Abraham in the film and he's a vocalist of the band On The Rocks. അപ്പോൾ vocalist ആയതുകൊണ്ട് I think VKB sir thought that Siddharth Menon will be happy. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്കും ഒരു പ്രാവശ്യം to do a cinema, just I used to get lot of offers before. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിനെക്കുറിച്ച്. എനിക്കൊരു സിനിമ എങ്ങനെയാണ്, സിനിമ സെറ്റ് തന്നെ എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു ട്രൈ വൺസ്. ചുമ്മാ ചെയ്ത് നോക്കാം എന്നൊരു ഉണ്ടായിരുന്നു മനസ്സിൽ. So I got a gap, so I thought that why not this, because VKB sir is such a great director and I don't think that I will get an awesome launch than this. Exactly. അങ്ങനെ താങ്കൾ കൂടുതൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളവും വിട്ട് അതിർത്തികൾ കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥ് മേനൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ഫാൻസ് ഉള്ള സിംഗർ. ഏട്ടൻ ഗ്ലാമർ ആണ് എന്ന് ഒരുപാട് പെൺകുട്ടികൾ പറയുന്ന ഒരു സിംഗർ. ഏട്ടൻ ഗ്ലാമർ ആണ് എന്ന് എത്ര പെൺകുട്ടികൾ പറഞ്ഞു സിദ്ധാർത്ഥ്? എന്നെ ചേട്ടൻ എന്ന് വിളിക്കാറില്ല. പെൺകുട്ടികൾ വിളിക്കില്ല, സിദ്ധു, ബേബി, ഡാർലിംഗ്. അതാണ് കൂടുതൽ കിട്ടുക. അതുകൊണ്ടാണ് ഞാനിപ്പോ താടി മീശയൊക്കെ വളർത്തിയത്. കുറച്ച് ആ ഒരു ആര് പറഞ്ഞു താടി മീശയൊക്കെ വളർത്തിയ മാൻലി ലുക്ക് ഒരു സുന്ദരനാവും? കുറച്ചൊരു ക്യൂട്ട് സംഭവം പോകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടില്ലേ പെൺകുട്ടികൾ ഗ്ലാമർ ആണ്? അത് പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ I don't feel myself glamorous and all. It's like everyone's, I mean, individual. Interesting ആയിട്ടുള്ള പ്രപ്പോസൽസ് ഏതൊക്കെയായിരുന്നു സിദ്ധാർത്ഥ്? All these years, I'm sure you must have gotten quite a few. Yeah, it started from the school time actually. So I used to get a lot of proposals and I was not a guy who used to talk to girls when I was in school. Shy, yeah. I mean, I was with my guy friends and all and I was happy with them playing cricket. I used to be not in sports. Sports prefect in my school and college la njan cricket captain aayirunnu. But yeah, when girls used to come and propose me, they used to come and propose me. It was the other way actually. And my friends used to tease them. That hey, we won't tell yes and all. It was like that and I was like, I also used to have fun like I mean പറഞ്ഞു വരുമ്പോ നല്ല അടിപൊളിയൊരു സ്കൂൾ ലൈഫ് ആയിരുന്നു, കോളേജ് ലൈഫും. Yeah, it was fun. I mean because I had a nice group. ഇപ്പോഴും ആ ഗ്രൂപ്പ് ഉണ്ട്. We are like together. I like whenever I go back to Bombay, I be with them and it's fun. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പറഞ്ഞിട്ടുള്ള കോംപ്ലിമെന്റ് എന്താണ്? Like my eyes. My eyes and smile. ഞാനിതൊരു ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇനിയിപ്പോൾ I'm going to think about your smile. I'm going to look at your smile. Okay, ശരി. സിദ്ധാർത്ഥ് മേനനെ ഞാൻ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. പബ്ലിക് ഒക്കേഷൻസിനൊക്കെ ഞാൻ കാണുമ്പോൾ പെൺകുട്ടികൾ ഓടി വരുന്നതും സെൽഫി എടുക്കുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ സെൽഫി എടുക്കലിൻ്റെ ഒക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ, രസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ബട്ട് ഐ ഫീൽ വെരി ഹാപ്പി ബിക്കോസ് ലോട്ട് ഓഫ് പ്ലേസസ് ഞാനിങ്ങനെ പാടുമ്പോൾ ഇങ്ങനെ ഐ ക്യാൻ സീ പീപ്പിൾ ക്രൈങ്. ഒരു പ്രാവശ്യം സ്റ്റേജിൽ ഐ തിങ്ക് ഐ എം നോട്ട് റോങ് മസ്കറ്റ്
ടിക്കറ്റിലായിരുന്നു തോന്നുന്നു. ഇൻ സ്റ്റേജ് വൺ ഗേൾ വാസ് ലൈക്ക് ക്രൈങ് കണ്ടിന്യൂസ്ലി. ഇങ്ങനെ തൊട്ടടുത്ത്, ഐ മീൻ ഷി വാസ് സ്റ്റാൻഡിങ് വെൻ ഐ വാസ് സിംഗിങ് ദ സോങ് അഭി മുജ്മെ കഹി, ഷി വാസ് ക്രൈങ് ലൈക്ക് എനിത്തിങ്. ഐ മീൻ സോ ദാറ്റ് മേഡ് മീ ലൈക്ക് വൗ. ഐ മീൻ ഐ am like making people cry. No, yeah, that's why I was like confused that am I doing good or I'm doing bad. എനിക്ക് മെസ്സേജസ് ഒക്കെ ഇറ്റ്സ് ലൈക്ക് ലോട്ട് ഓഫ് ഒരു സ്ട്രേഞ്ച് സംഭവങ്ങളൊക്കെയാണ്. യുനോ എൻ്റെ അമ്മൂമ്മ ഇത്ര കൊല്ലമായിട്ട് ചിരിച്ചിട്ടില്ല, പക്ഷെ നിന്റെ ശബ്ദം വരുമ്പോൾ ഷീ സ്മൈൽഡ് ആഫ്റ്റർ ദിസ് so many years. I mean when we get all such compliments we feel that there is something else more than music. Of course. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ തയ്യാറായിരിക്കുകയാണ് സിദ്ധാർത്ഥ് മേനോൻ. ആണോ സിദ്ധാർത്ഥ്? ആണ്. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? ഇല്ല, അതാണ് പുള്ളി പക്ഷെ എല്ലാം സംഭവിച്ചു. ഞാൻ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണ് പറഞ്ഞത്. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ AK47. ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, ടപ്പട്ടപ്പേന്ന് ഉത്തരം പറയണം. അതെ. തൈക്കടത്തിന്റെ സ്വന്തം ഹിറ്റ് സോങ് ഉണ്ട്, ഫിഷ് റോക്ക്. എല്ലാ ഫിഷിന്റെയും പേര് ഒറ്റ ശ്വാസത്തിൽ പറയണം. അയിലമത്തി ചൂരകാരി കണവ കിളിമി കൂരി കരിമീൻ ഒറ്റവാള പ്രാള ചോര കൈക്കൂരനത്തോലി. എക്സാക്ട്ലി ജയിച്ചിരിക്കുന്നു. ഈ മീനൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഏത് എന്താണ് എനിക്ക് ഇപ്പോഴും പറയാൻ അറിയില്ല. മുൻകൂർ ജാമ്യം കുട്ടി എടുത്തിരിക്കുന്നു. കഴിച്ചിട്ടുണ്ടോ ഈ പറഞ്ഞ എല്ലാ മീനും? കഴിച്ചിട്ടുണ്ട്, എല്ലാം കഴിച്ചിട്ടുണ്ടാവും, എപ്പോഴും ഉണ്ടാവും അല്ലേ. തൈക്കൂടത്തിന്റെ പുതിയ ആൽബത്തിന്റെ പേര് നവരസം. നവരസത്തില് പാടിയ ആൾ എന്റെ അടുത്ത് പറയണം, നവരസങ്ങളും കാണിക്കാൻ പറ്റുമോ നമ്മൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ? എനിക്ക് പറ്റാവുന്ന രസങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ശരി, ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ചോദിക്കട്ടെ സിദ്ധാർത്ഥ്, ഉത്തരം പറയണം. നവരസങ്ങൾ ഏതൊക്കെയാണ്? ഞാനൊരു ഡാൻസർ അല്ലാത്ത കാരണം പുച്ഛം അതൊക്കെ അല്ലേ? ഇനിയൊന്നും പറയരുത്. വേണ്ടല്ലോ, ഹാസ്യം തെറ്റല്ലോ. ഹാസ്യമുണ്ട്. പറഞ്ഞ രസം എന്തായിരുന്നു? അത് ഞാൻ പലതും രസം. ശരി, ഗംഭീര്യം, സങ്കടമായിട്ട് എന്ത് സംഭവം ഉണ്ടല്ലോ. ശൃംഗാരം, ഹാസ്യം, രൗദ്രം, അവിടെ ഉണ്ടല്ലോ 0 മാർക്സ് തരത്തില്ല. ഇല്ല, 2 മാർക്ക് തരാം. 2 ഉത്തരം പറഞ്ഞു കറക്റ്റ് ആയിട്ട്. ഈ ആൽബത്തിന് പേര് നവരസം എന്ന് വന്നപ്പോ തന്നെ ഞാൻ വിചാരിക്കുന്ന അത് പഠിക്കണം. ഇത് കൂടാതെ ജഗതി കണ്ടുപിടിച്ച 2 രസങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ ചോദിച്ചില്ല. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. നവരസത്തിലെ 1 ആ ഒരു പാട്ട്, അതിന്റെ 2 വരികൾ പാടുമോ? ഏഴാണി ആഴി ഏഴാണി നാട് എന്നാലും ഒന്നല്ലേ ജീവൻ മണ്ണിൽ. ഇതിന്റെ അർത്ഥം ചോദിച്ചാൽ ഇല്ല, ഞാൻ അർത്ഥമല്ല ചോദിക്കാൻ പോന്നെ. 7 അണി അഴിന്നാ പറഞ്ഞേ. സത്യത്തില് 5 ഓഷ്യൻസ് ആണ് ഉള്ളൂ. 5 ഓഷ്യൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. അതിന് പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ. യെസ്, കറക്റ്റ്. അതല്ല, മതി നിർത്തി. ഇനി ഞാൻ ചോദിക്കാൻ പോണ കാര്യം എന്തായാലും സിദ്ധാർത്ഥന് അറിയായിരിക്കും. അതോടുകൂടി നമ്മൾ നിർത്തും. ഞാൻ പറഞ്ഞിരിക്കുന്നത് 7 കോണ്ടിനെന്റ്സ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബാംഗ്ലാദേശ്, ഗുജറാത്ത്, ഡൽഹി, ബാംഗ്ലാദേശ്, കേരള, ട്രിവാൻഡ്രം. AK47 അതിദാരുണമായി വെടിയേറ്റ് സിദ്ധാർത്ഥ് മേനോൻ കുഴഞ്ഞു വീണിരിക്കുകയാണ്. സത്യത്തിൽ തിരിച്ച് എണിക്കാനും വെടിയേറ്റ് വെച്ച എന്നെ ബാക്ക് ഫയർ ചെയ്യുക ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് എനർജി വീണ്ടെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ അടുത്ത പാട്ട്. സ്റ്റേ ട്യൂൺ വിത്ത് റീനു ആൻഡ് സിദ്ധാർത്ഥ് മേനോൻ ഫോർ ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.